ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മളിത് അതുപോലെ ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ പെയിൻറ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം പെയിൻറ്റും കൂടി മിക്സ് ചെയ്തത് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബോട്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിൽ അപ്ലൈ ചെയ്യാം. ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബോട്ടിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോട്ടിൽ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ലീഫാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു ലീഫാണിത്. ഇതുണ്ടെങ്കിൽ നമ്മൾ ഈ ബോട്ടിലായിട്ട് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. സിമ്പിളാണ്. ഇതുപോലെ കുഞ്ഞ് പീസായിട്ട് നമ്മളൊന്ന് എടുക്കുക. എന്നിട്ട് നമ്മളിത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് മെറ്റാലിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് റെഡ് മെറ്റാലിക് പെയിൻറ്റ് ഇല്ല. അത് നമ്മളിവിടെ ഉണ്ടാക്കുകയാണ്. ഇതുപോലെ ഗോൾഡും റെഡും കൂടി മിക്സ് ചെയ്താൽ നമ്മളെ റെഡ് മെറ്റാലിക് പെയിൻറ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ കുറച്ചെടുത്തിട്ട് നമുക്ക് പെയിൻറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ലീഫിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതാ നമ്മളിനി ഈ ലീഫിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ലീഫിൻ്റെ വൺ സൈഡ് നന്നായി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് ബോട്ടിലിൽ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലീഫ് ഇതിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി സ്റ്റിക്കായിട്ട് ഇരുന്നോളും. ഇതുപോലെ നമ്മൾ ബോട്ടിലിൻ്റെ ചുറ്റും റൗണ്ടായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുറച്ചൊന്ന് കെയർഫുള്ളായിട്ട് ചെയ്യണം. പെയിൻറ്റ് ഇങ്ങനെ പരക്കാൻ പാടില്ല കേട്ടോ. ലീഫിൽ പെയിൻ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. രണ്ട് രീതിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മളിതാ ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബോട്ടിൻ്റെ നെക്കിലും കുഞ്ഞൊരു ലീഫ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെയിൻറ്റ് പരക്കാതെ ശ്രദ്ധിക്കണം. അത് മാത്രം ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇത് നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊരു പണിയും കൂടെ ഉണ്ട്. ഇത് ലീഫ് ആയതുകൊണ്ട് കേട് വരാതിരിക്കാനും ഒന്നുകൂടെ ഉറപ്പായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളിതിന് വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ വാർണിഷ് നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ കാലം കേട് വരാതിരിക്കുകയും ചെയ്യും. ബോട്ടിൽ നല്ല ഗ്ലേസിങ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് നമുക്കൊന്ന് അടിച്ചു കൊടുത്തിട്ട് വരാം. അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ലീഫ് ഇളകാതെ ഒന്ന് പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന ബോട്ടിലാട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. പിന്നൊരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.